യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെടൽ നടത്തിയതായി യാതൊരു അറിവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. നിമിഷപ്രിയയുടെ മോചനത്തിന് ഇറാന്റെ സഹായം തേടിയിട്ടുണ്ട്. കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുമെന്നും വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു. This included concerted efforts in recent few days to seek more time for the family of Ms. Nimisha Priya to reach a mutually agreeable solution with the other party. The local authorities in Yemen have postponed carrying out her sentence that was scheduled for 16 July that you're well aware of. We continue to closely follow the matter and render all possible assistance in the case. We are also in touch with some friendly governments in this regard. The other part of your question was as far as the role of the entity that you mentioned, I have no information. ശരത്ലാലുണ്ട് വിവരങ്ങളുമായി. ശരത്ലാൽ, വിചിത്രമാണ് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാളിന്റെ പരാമർശം. കാന്തപുരം നടത്തിയ ഇടപെടൽ എന്തായിരുന്നുവെന്നും ആ ഇടപെടലിന്റെ പരിണിത ഫലം എന്തൊക്കെയായിരുന്നുവെന്നും മലയാളികൾ കണ്ടതാണ്. ആ അവസരത്തിലാണ് ഇങ്ങനെ ഒരു പ്രതികരണം അദ്ദേഹം നടത്തുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഒരു സ്വകാര്യ വ്യക്തി നടത്തിയ ഇടപെടലിനെ ഒരു ആ രീതിയിൽ അല്ലെങ്കിൽ അത് ഒരു ഉൾക്കൊള്ളുവാനുള്ള വിദേശ മന്ത്രാലയത്തിന് കഴിയില്ല. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ മറുപടിയിൽ. അദ്ദേഹം വിദേശകാര്യ മന്ത്രി അല്ലെ വിദേശകാര്യ വകുപ്പുമായിട്ടുള്ള ഒരു ഇടപെടലല്ല കാന്തപുരം നടത്തിയത്, സ്വന്തം നിലയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഇടപെടലിനെ സംബന്ധിച്ച തങ്ങൾക്ക് അറിയില്ല എന്ന നിലപാടിലാണ് വിദേശകാര്യ മന്ത്രാലയ വക്താക്കൾ നേരത്തെ തന്നെ സ്വീകരിച്ചത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇറാന്റെ സഹായം തേടും, അതായത് ഹൂത്തികളുടെ നിയന്ത്രണം ഇറാന്റെ അടുത്താണ്, ഇറാന്റെ സഹകരണം തേടുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിമിഷപ്രിയയുടെയും കുടുംബത്തിനും എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കാന്തപുരത്തിന്റെ ഇടപെടലെ സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം അല്ലെങ്കിൽ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് സ്ഥിരീകരിക്കാൻ ഒരു രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ തനിക്കറിയില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചത്. ഇത്തരം ഇടപെടലുകളൊക്കെ ബാക്ക്ഡോർ ഡിപ്ലോമസി എന്നാണ് നയതന്ത്ര വൃത്തങ്ങൾ പറയാറ്. അദ്ദേഹത്തിന്റെ അതുകൊണ്ട് തന്നെയാണ് വിദേശകാര്യ വക്താവ് കാന്തപുരത്തിന്റെ ഇടപെടലിനെ കുറിച്ച് തനിക്കറിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇറാന്റെ കൂടി സഹകരണം ലഭിച്ചതോടെ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒരു പോസിറ്റീവായ ഒരു നിലപാട് കുടുംബം വധിക്കപ്പെട്ട കുടുംബം കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം തലാലിന്റെ കുടുംബം സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുന്നത് നിമിഷപ്രിയക്കുള്ള ദയാധനം അതുമായിട്ടുള്ള ആ ചർച്ച ഒരു അംഗീകാരം ലഭിക്കുമ്പോൾ മാത്രമാണ് ആ തരത്തിലേക്ക് ഒരു പൂർണ്ണ രൂപത്തിൽ പറയാൻ കഴിയൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അഖില, ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്.